ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്ലോത്ത് ബൈ റോസ്. അപ്പോൾ ഇന്ന് കാഷ്വലി ഒക്കെ യൂസ് ചെയ്യാൻ പറ്റാവുന്ന സാധാരണ ഒരു കോട്ടൺ കുർത്തിയുടെ വീഡിയോ ആണ് കേട്ടോ പറയുന്നത്. അപ്പോൾ 1.5 മീറ്റർ മെറ്റീരിയലാണ് ഞാനത് എടുത്താണത്. അപ്പോൾ സൈഡിലൊക്കെ ഒരു സ്ലിറ്റിൻ്റെ ഭാഗത്ത് ഒരു ഹൈ സ്ലിറ്റാണ് കേട്ടോ കൊടുത്തത്. സ്ലിറ്റിൻ്റെ ഭാഗത്തപ്പോൾ ഒരു കെട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 1.5 മീറ്റർ മെറ്റീരിയലാണ് ഞാൻ എടുത്താണത്. അത് ആദ്യം തന്നെ ഫ്രണ്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു 1/2 ഇഞ്ച് നമ്മുടെ ഷോൾഡർ അലവൻസ് വിട്ടിട്ടുണ്ട്. 6 ഇഞ്ച് നമ്മൾ ഷോൾഡർ വിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മളൊരു 5.5 ഇഞ്ചാണ് മിഡ് ആം ഹോൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഷോൾഡർ റെഡിമെയ്ഡ് കുർത്തിയുടെ ഒരു മോഡലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം ഒരു 1/2 ഇഞ്ച് സ്ലോപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഒരു 5.5 ഇഞ്ച് താഴ്ത്തോട്ട് ആ ഒരു സ്ലോപ്പ് ചെയ്ത അരഭാഗം വിട്ടിട്ട് താഴ്ത്തോട്ട് ഒന്നും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ചെസ്റ്റ് അളവാണ് മാർക്ക് ചെയ്യുന്നത്. 9.25 വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ചെസ്റ്റ് അളവ് എത്രയാണോ അതിൻ്റെ കൂടെ 3 ഇഞ്ച് ലൂസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന അളവാണ് നമ്മൾ ചെസ്റ്റ് അളവിൽ മാർക്ക് ചെയ്യേണ്ടത്. ഇനി 12.5 ഇഞ്ചാണ് എൻ്റെ വേസ്റ്റ് ലെങ്ത്ത് വന്നത്. അതിൻ്റെ അളവ് 8 ഇഞ്ചാണ്. അപ്പോൾ 30 ഇഞ്ചാണ് വേസ്റ്റിൻ്റെ റൗണ്ടെങ്കിൽ അതിൻ്റെ കൂടെ 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പിന്നെ നമ്മൾ സ്റ്റൊമക്കിൻ്റെ ലെങ്ത്ത് ഒരു 16.5-17 ഇഞ്ചോളം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ശേഷം ഇതുപോലെ തന്നെ സ്റ്റൊമക്കിൻ്റെ റൗണ്ടിൻ്റെ ഒപ്പം തന്നെ 2 ഇഞ്ച് ലൂസ് ആഡ് ചെയ്യുക. അതിനുശേഷം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫ്ലെയർ വന്നിട്ട് ഒരു 10 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മാർക്കിംഗ് എല്ലാം മാർക്ക് ചെയ്തതിന് ശേഷം യോജിപ്പിക്കുക. അതായത് ലൈൻ വരച്ചിട്ട് നമ്മളൊന്ന് ഇത് സ്ലിറ്റിൻ്റെ ഭാഗം വരുമ്പോൾ ഒരു ചെറിയൊരു കട്ടിങ്ങും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം സ്ലിറ്റ് താഴത്തോട്ട് സ്ട്രെയിറ്റ് ലൈൻ മാർക്ക് ചെയ്യുക. പിന്നെ ഒരു അലവൻസ് ഒക്കെ വിട്ട് കൊടുക്കുക. താഴെ മടക്കി അടിക്കാനായിട്ട് 1 ഇഞ്ചും സൈഡിൽ സ്ലിറ്റ് വരെ 2 ഇഞ്ചും സ്ലിറ്റിൻ്റെ അവിടെ മുതൽ 1 ഇഞ്ചും മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ ആം ഹോളാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 1.5 ഇഞ്ച് ഡയഗണൽ ഒരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം ഫ്രണ്ടും ബാക്കും നമ്മൾ മാറി മാർക്ക് ചെയ്യണം കേട്ടോ. ഫ്രണ്ട് ഭാഗം കുഴിച്ചു വെട്ടാനായിട്ട് മറക്കരുത്. ശേഷം നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണേ. ഇനി ഫ്രണ്ട് ഭാഗം വെച്ചിട്ട് നമ്മൾ ബാക്ക് പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അതുപോലെ തന്നെ ബാക്ക് പോർഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആം ഹോൾ കുഴിച്ച് വെട്ടണത് ചെയ്യാൻ മറക്കരുത്. ഞാനിപ്പോൾ അത് ചെയ്തിട്ടില്ല കേട്ടോ. സ്റ്റിച്ചിങ്ങിൻ്റെ ടൈമിലാണ് ഞാനത് വിട്ടുപോയി. സ്റ്റിച്ചിങ്ങിൻ്റെ ടൈമിൽ ഞാനത് കുഴിച്ച് വെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളൊരു ബെൽ സ്ലീവ് ഫുൾ സ്ലീവ് ആണ് കൊടുക്കുന്നത്. ഒരു ലൂസ് സ്ലീവാണ് കേട്ടോ. ബെൽ സ്ലീവിൻ്റെ അത്രയും ഫ്ലെയർ ഇല്ല. അപ്പോൾ അതിനായിട്ട് നമ്മൾ 4 ഫോൾഡോട് കൂടിയിട്ട് മെറ്റീരിയൽ മടക്കിയിട്ടു. ശേഷം നമ്മളൊരു 21 ഇഞ്ച് ലെങ്ത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ മുകളിൽ നിന്ന് ആം ഹോളിൻ്റെ പകുതി അടയാളപ്പെടുത്താം. എന്നിട്ട് അവിടെ നിന്ന് 3 ഇഞ്ചാണ് താഴത്തോട്ട് നമ്മൾ മാർക്ക് ചെയ്തത്. ശേഷം ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക. അതായത് നമ്മൾ ഡയഗണലി വരച്ചേണ ആ വരയുടെ സെൻറ്റർ ഭാഗം കണ്ടിട്ട് മുകളിലോട്ടും താഴത്തോട്ടും മുകളിലോട്ട് 1/2 ഇഞ്ചും താഴത്തോട്ടും 3/4 ഇഞ്ചും വീതം മാർക്ക് ചെയ്തിട്ടാണ് ആ ഷേപ്പ് കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ ചാനലിലെ വീഡിയോസിൽ സ്റ്റാർട്ടിങ് വീഡിയോസിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്ത് പറയാത്തത് കേട്ടോ. ഇനി നമ്മുടെ സ്ലീവിൻ്റെ റൗണ്ട് അനുസരിച്ച്, അതായത് എൽബോ സ്ലീവിൻ്റെ ലൂസ് എത്രയാണ് അത് മാർക്ക് ചെയ്യുക. ബൈസെപ്സ്, അതായത് നമ്മുടെ ഹാഫ് സ്ലീവ് ഉണ്ടല്ലോ, അതിൻ്റെ റൗണ്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം അടിയിലെ ഫ്ലെയർ ഇച്ചിരി കൂട്ടിയിടാം. ഇപ്പം നമുക്കൊരു 7.5 ഇഞ്ചൊക്കെയാണ് ഉള്ളതെങ്കിൽ ഞാനതൊരു 6 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമ്മൾ ഒരു കുറച്ചധികം ലൂസ് താഴത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മാർക്കിങ്ങുകളെല്ലാം കൂട്ടിയിട്ട് നമ്മളൊന്ന് കൂട്ടി യോജിപ്പിക്കുക. ശേഷം നേരത്തെ നമ്മൾ മെയിൻ പോർഷന് നമ്മൾ 2 ഇഞ്ച് അലവൻസ് അല്ലേ വിട്ടെ, അതുപോലെ തന്നെ സ്ലീവിന് നമ്മൾ 2 ഇഞ്ച് അലവൻസ് വിടുക. അതിനുശേഷം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ സ്ലീവ് സെപ്പറേറ്റ് അല്ല, 2 സ്ലീവ് ഒരുമിച്ചിട്ടിട്ടാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുത്താണ്. പിന്നെ നമ്മൾ സ്ലിറ്റിൻ്റെ അവിടെ ഒരു ടൈ വരും എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഒരു 2 ഇഞ്ച് വിഡ്ത്തിലും 44 ഇഞ്ച് ലെങ്ത്തിലും, അതായത് നമ്മുടെ ആ മെറ്റീരിയലിൻ്റെ ഫുൾ വിഡ്ത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ടൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ക്യാൻവാസ് മാർക്ക് ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ ക്യാൻവാസിൽ ഒരു 2.25 ഞാൻ മുകളിൽ വിട്ട് കൊടുക്കുന്നത്. സ്ക്വയർ യു ആണ് നെക്കെങ്കിലും അതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്യാം. ശേഷം നമ്മൾ അടിയിലെ ആ ലെങ്ത്ത് മാർക്ക് ചെയ്തതിൻ്റെ വിട്ട് ഇച്ചിരി കൂട്ടിയിടുന്നുണ്ട്.
മുകളിൽ നമ്മൾ 2.25 നെക്കിൻ്റെ വിട്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ താഴെ ഉണ്ടല്ലോ, അതായത് നെക്ക് ലെങ്ത്ത് 5.4 വരുന്നത്, താഴെ നമ്മളൊരു 3.25 ഇഞ്ചോളം നമ്മുടെ നെക്കിൻ്റെ വിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു ചെരിഞ്ഞിട്ടുള്ളൊരു യു ഷേപ്പാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഭയങ്കരമായിട്ട് നല്ലൊരു ഷേപ്പ് വരണമെങ്കിൽ വിട്ട് മുകളിലത്തെ ആ ഒരു നെക്കിൻ്റെ വിട്ട് 2 ഇഞ്ചൊക്കെ കൊടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ ഒരു ചെറിയൊരു വിട്ട് കൊടുത്തിട്ടുണ്ട് മുകളിൽ. അപ്പോൾ ഒരു 2.25 ഞാൻ മുകളിൽ വിട്ട് കൊടുത്തിട്ടുണ്ട്, താഴെ 3.25, 1 ഇഞ്ച് വ്യത്യാസത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്ക് നെക്കാണ് നമ്മൾ മാർക്ക് ചെയ്യണത്. അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ ഫ്രണ്ട് നെക്കിൽ നമ്മൾ 2.25 ബാക്കിൽ വിട്ട് കൊടുത്താണ്. ആ സെയിം വിട്ട് തന്നെ ബാക്കിലും കൊടുക്കാം. അതിനുശേഷം 2 ഇഞ്ചാണ് ലെങ്ത്ത് കൊടുത്തത്. ശേഷം റൗണ്ട് ചെയ്ത് വരയ്ക്കാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആം ഹോൾ ഞാൻ കുഴിച്ചു വെട്ടുന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഫ്രണ്ടിൻ്റെ ആം ഹോൾ ഞാൻ കുഴിച്ചു വെട്ടാൻ അപ്പോൾ കട്ടിങ്ങിൻ്റെ ടൈമിൽ മറന്നുപോയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ കുഴിച്ച് വെട്ടിയിട്ടുണ്ട് കേട്ടോ. ശേഷം നമ്മുടെ ഫ്രണ്ട് നെക്ക് എടുത്തിട്ട് നമ്മൾ എക്സ്ട്രാ ഇപ്പോൾ ക്യാൻവാസ് ഒട്ടിച്ചാലും എക്സ്ട്രാ ഒരു 3/4 ഇഞ്ചോളം വിട്ടിട്ടാണ് കേട്ടോ നമ്മൾ ആ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതൊന്ന് ക്യാൻവാസോട് കൂടിയിട്ട് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്രണ്ടിലെ മെയിൻ പീസോട് കൂടിയിട്ട് നമ്മൾ ക്യാൻവാസ് വെച്ചടിക്കുകയാണ് ചെയ്യണത്. സാധാരണ നമ്മൾ ചെയ്യണ പോലൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ സെൻറ്റർ കാണാം, അതായത് ക്യാൻവാസിൻ്റെയും സെൻറ്റർ കാണാം, മെയിൻ പീസിൻ്റെയും സെൻറ്റർ കാണാം. അതിനുശേഷം അത് സെൻറ്ററോട് സെൻറ്റർ വെച്ചിട്ട് നല്ല വശത്തിനോട് നല്ല വശം വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ക്യാൻവാസിൻ്റെ അരികത്തുകൂടെ, ക്യാൻവാസുമ്മേ നമ്മൾ ടച്ച് ചെയ്യരുത്, എന്നാൽ അധികം നീക്കിയിട്ട് അടിക്കരുത്. ആ ഒരു ക്യാൻവാസ് കട്ട് ചെയ്തെടുത്താൽ ആ ഒരു ലൈൻ ഉണ്ടല്ലോ, അതിൻ്റെ അരികത്തുകൂടെ നമ്മൾ ക്യാൻവാസ് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്കിൻ്റെ ആ ഷേപ്പ് ഉണ്ടല്ലോ, അത് നല്ല വശത്ത് വെച്ചിട്ട് ഞാനൊന്ന് ഒരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തുന്നേണ്ടവർക്ക് തുന്നാം. നമ്മൾ ലൈനിങ് ഇല്ലാത്ത ടോപ്പ് ആയതുകൊണ്ട് ഹെം ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളിതുപോലെ ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്താലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ മുകളിൽ നമ്മൾ ഈ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഒരു കർവ് വരുന്നുണ്ടല്ലോ, അവിടെ വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് തന്നെ വളച്ചെടുക്കാൻ നോക്കിക്കോളൂ കേട്ടോ. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞിട്ടൊന്നും അടിക്കരുത്, അതൊരു വൃത്തികേടാണ്. അപ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഫ്രണ്ട് നെക്ക് ചെയ്ത പോലെ തന്നെ ബാക്ക് നെക്കും ചെയ്യുക. പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. ഇപ്പോൾ വീഡിയോയിൽ കാണണ പോലെ തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഷോൾഡർ ഞാൻ ഇതിൽ കവർ ചെയ്തടിക്കുകയാണ് ചെയ്തത്. സ്ട്രെയിറ്റ് ഒരു അടി അടിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ കവർ ചെയ്തടിക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ബാക്കിലെ ആ ഒരു ക്യാൻവാസ് ഉണ്ടല്ലോ, അതിനെ ആ ക്യാൻവാസ് കൊണ്ട് ആ ഫ്രണ്ട് പോർഷൻ നമ്മൾ കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട്. ഇപ്പം കണ്ടവർക്ക് ഇതിൽ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഷോർട്ട് വീഡിയോസ് എടുത്ത് നോക്കിയാൽ മതി. അതിൽ ഷോൾഡർ അറ്റാച്ച് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ.
രണ്ട് ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഈ ബാക്ക് നെക്ക് ഉണ്ടല്ലോ, ആ ബാക്ക് നെക്ക് ഒന്ന് ഫ്രണ്ട് നെക്ക് അടിച്ച പോലെ തന്നെ ഒന്ന് ക്യാൻവാസ് ആ നെക്കിൻ്റെ ഭാഗം നമ്മൾ റൗണ്ട് ചെയ്ത് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ബോഡി പോർഷൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി സ്ലീവ് നമ്മൾ എൻഡ് മടക്കിയടിക്കുകയാണ് ചെയ്യണത്. ഇനി സ്ലീവിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ, ആ സെൻറ്റർ പോർഷൻ കൃത്യമായിട്ട് തന്നെ നമ്മുടെ ഷോൾഡർ അറ്റാച്ച് ചെയ്തിടത്ത് വെച്ചിട്ട് നമ്മൾ ഒരു 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി സാധാരണ ചെയ്യുന്ന പോലെ തന്നെ, നമ്മുടെ ചുരിദാർ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ സ്ലീവ് നമ്മൾ മാർക്ക് ചെയ്തിടുന്നിടത്ത് മെയിൻ പോർഷൻ സൈഡ് കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യണത്. ആ സ്ലിറ്റിൻ്റെ ഭാഗം വരുമ്പോൾ ഒന്ന് കെട്ടിട്ട് നിർക്കുക. അതുപോലെ തന്നെ ഒരു 2 സ്റ്റിച്ച് ഇടാനായിട്ട് മറക്കരുത് കേട്ടോ. ശേഷം നമ്മൾ ചുരിദാറിനൊക്കെ മടക്കി അടിക്കുമല്ലോ സ്ലിറ്റിൻ്റെ പോർഷൻ, അതുപോലെ തന്നെ നമ്മുടെ സ്ലിറ്റിൻ്റെ ഭാഗം ഫോൾഡ് ചെയ്തിട്ട് അടിക്കുക. ഇനി അടിഭാഗം നമ്മൾ മടക്കിയടിക്കുകയാണ് ചെയ്യണത് കേട്ടോ. അതോട് കൂടിയിട്ട് നമ്മളുടെ ആ ഒരു ടോപ്പ് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിലുള്ള ആ ഒരു ടൈയിങ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ആ 2 ഇഞ്ചിൻ്റെ പീസ് ഉണ്ടല്ലോ, അത് നല്ല വശത്തിനോട് നല്ല വശം വെച്ചിട്ട് നമ്മളൊരു 1/4 ഇഞ്ച് വിട്ടില്ല കേട്ടോ, ഒരു പൊടിക്കൊരു വിട്ടുള്ളൂ, അത് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം മുകളിൽ നമ്മളൊന്ന് ഒരു എൽ ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം കേട്ടോ, കാരണം നമ്മൾക്കത് ടൈ ചെയ്ത് വരേണ്ടതാണ്. താഴെ ഓപ്പണായിട്ട് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഒരു എൽ ഷേപ്പിലാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തേണ്ടത് കേട്ടോ. ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എൻഡിൻ്റെ ഭാഗത്ത് ഞാനൊരു എൽ ഷേപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു സ്റ്റിച്ചിങ് വരുന്നുണ്ട്. അവിടെ നമ്മളൊരു വലിയ സൂചി ഉപയോഗിച്ചിട്ട് അത്യാവശ്യം നീട്ടുള്ളൊരു നൂലിടുക, അതൊരു 8-7 ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ടൈ ചെയ്തെടുക്കുക. അതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു 2 കെട്ട് ഇട്ടിട്ട് വേണം കേട്ടോ തുടങ്ങാനായിട്ട്. അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു സൈഡ്, അത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ 2 കെട്ടിട്ടതിന് ശേഷം ഈ നൂലിൻ്റെ ഷാർപ്പ് എൻഡല്ല, നമ്മുടെ ഷാർപ്പ് വശമല്ല കേട്ടോ ഞാൻ പറയുന്നത്, എൻഡ് ഭാഗം നമ്മൾ ഇതുപോലെ തല കീഴായിട്ടാണ് കയറ്റേണ്ടത്. ഷാർപ്പ് വശം നമ്മൾ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ ഇവിടെയും കുത്തിപ്പിടിക്കാനുള്ളൊരു ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതില്ലാതിരിക്കാൻ നമ്മുടെ സൂചിയുടെ എൻഡ് ഭാഗമാണ് ഇതിൻ്റെ ഉള്ളിക്കൂടെ നമ്മൾ കയറ്റി കൊടുക്കുന്നത്. എന്നിട്ട് അത് ഇതുപോലെ നമ്മൾ അതിൻ്റെ ആ ഒരു എൻഡ് പോർഷൻ നമുക്ക് പുറത്തോട്ട് വരുന്ന രീതിയിൽ നമ്മളിങ്ങനെ ഒന്ന് തിരിച്ചെടുക്കുക. കാരണം അത്യാവശ്യം നമ്മൾ നീട്ടുള്ള നൂലിടാൻ മറക്കരുത് കേട്ടോ. നീട്ടുള്ള നൂലിട്ടെങ്കിൽ തന്നെയാണ് ഇത്രയും വിട്ടുള്ളൊരു പീസാണല്ലോ, അതൊന്ന് ഫോൾഡ് ചെയ്ത് തിരിഞ്ഞ് വരണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം നീട്ടം നമ്മുടെ നൂലിനിടാം. അതിനുശേഷം ഇത് താഴത്തോട്ട് പുറത്തോട്ട് നമ്മൾ എടുക്കുക. അതിനുശേഷം നമ്മളുടെ ആ ഒരു മെഷീൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കെട്ടിയിടണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ കൈ കൊണ്ട് നൂല് വലിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുറച്ച് ടൈറ്റ് ഉണ്ടാവും. നമ്മൾ സ്റ്റിച്ച് ചെയ്യണ വിട്ടനുസരിച്ച് അത്യാവശ്യം നമ്മൾ ഒരു 1.5 ഇഞ്ചോളം നമ്മൾ അതിൻ്റെ മെറ്റീരിയൽ ഉള്ളിലോട്ട് കയറിപ്പോണം. അപ്പോൾ ഇച്ചിരി ടൈറ്റൊക്കെ ഉണ്ടാവും. എന്നിട്ട് അതിങ്ങനെ ഒന്ന് വലിച്ച് പുറത്തോട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ
അപ്പോൾ നമ്മുടെ ടൈ ചെയ്യാനുള്ള വള്ളി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലത്തെ 2 പീസാണ് ഞാൻ എടുത്തേണേ. പിന്നെ ഈ 44 ഇഞ്ച് ലെങ്ത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യത്തിനുള്ള ആ ഒരു വള്ളിയുടെ ആ ഒരു ലെങ്ത്തിൽ, അതായത് നമുക്ക് ടൈ ചെയ്യാനുള്ള നോട്ട് ഇടാനുള്ളൊരു ലൂപ്പ് വേണ്ട. ആ ലൂപ്പിനുള്ളത് ആവശ്യത്തിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ അത് കൂടാണ്ട് ഒരെണ്ണം കൂടി ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുള്ളും ആ വള്ളിയിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കരുത്, കാരണം വള്ളി കെട്ടാനുള്ള ലെങ്ത്ത് കുറയും. അത്യാവശ്യം ഞാനൊരു 35 ഇഞ്ചോളം ഞാൻ വള്ളിക്ക് ഒരു ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സൈഡിലോട്ട് നമുക്ക് 6 പീസാണ് വേണ്ടത്. അപ്പോൾ ടോട്ടൽ ഞാൻ 12 പീസ് ലൂപ്പിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 2 ഇഞ്ചോളമാണ് നീട്ടം വരുന്നത് കേട്ടോ. അത് നമ്മൾ ഓരോ സൈഡിലും 3 വീതം ആണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് കെട്ടിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തോളൂ കേട്ടോ. പഠിപ്പിച്ച് 3 ലൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കാം. മൂന്ന് ലൂപ്പ് ഫിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു സ്റ്റിച്ചിങ് ഞാൻ താഴ്ഭാഗം വരെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പകുതി വെച്ച് നിർത്തരുത്, അതൊരു വൃത്തികേടാണ്. താഴ്വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അതിന് ശേഷം നമ്മൾ ഇപ്പുറത്തെ സൈഡിലും 3 ലൂപ്പ് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാലൻസ് ഉള്ള നമ്മുടെ ആ സ്ലിറ്റിൻ്റെ ഭാഗത്തും നമ്മൾ ഇതുപോലെ 6 ലൂപ്പ് ഫിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ ലൂപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചാണ് ആ ഒരു വള്ളി ഉണ്ടല്ലോ, ആ വള്ളി ഇതിലൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ സിക്സാഗ് ആയിട്ടല്ല, ക്രോസ് ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ വീഡിയോയിൽ നോക്കിയാൽ മതി കേട്ടോ. ഓരോന്ന് സ്ട്രൈറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കരുത്, അത് രസം ഉണ്ടാവില്ല. സാധാരണ ഇടണ പോലത്തെ ഒക്കെ തന്നെ നമ്മുടെ ബ്ലൗസിനൊക്കെ നമ്മൾ പിന്നിൽ വെച്ച് കൊടുക്കുമല്ലോ, അതുപോലെ തന്നെ ക്രോസ് ആയിട്ട് നമ്മുടെ ഈ ഒരു വള്ളി ഇട്ട് കൊടുക്കുക. ശേഷം നമ്മൾ വള്ളിയുടെ അടിയിൽ ഒരു കുഞ്ചലം, സമൂസ എന്നൊക്കെ പറയും നമ്മൾ, ആ ഒരു ഷേപ്പിന് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളുടെ ഈ ടാസിൽ ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു 2 പീസ് സ്ക്വയർ പീസ്, നമ്മൾ അത്യാവശ്യം കുറച്ച് വലിപ്പമുണ്ട് കേട്ടോ, ഒരു 5 ഇഞ്ചോളം വിട്ടൊക്കെ ഉണ്ട്, 4 ഇഞ്ചായാലും കുഴപ്പമൊന്നുമില്ല. അതെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യണത്. പൊട്ടവശത്തിനോട് കൂടിയിട്ട് റോങ് സൈഡാണ് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം അത് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു വള്ളിയുടെ ഒരു എൻഡ് ഭാഗം ഇതുപോലെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളുടെ ഫോൾഡ് ചെയ്ത ഭാഗം മുകളിലോട്ട് വരത്തക്ക രീതിയിൽ സ്റ്റിച്ച് ചെയ്യണം. അതുപോലെ തന്നെ സൈഡിലുള്ള അലവൻസ് വരണ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതൊന്നും മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തോളൂ. അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു ടാസലിൻ്റെ ഇടയിൽ കൂടെ ആ ഒരു സീം അലവൻസ് കാണാനുള്ളൊരു വഴിയുണ്ട്. അപ്പോൾ ഫോൾഡ് ചെയ്ത് വെക്കുക, ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എൻഡ് ഭാഗം ഒന്ന് മടക്കി വെക്കുക കേട്ടോ. എന്നിട്ട് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടാസിലൊക്കെ റെഡിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ വരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.